മഠാധിപതി ശ്രീമദ് സുധീന്ദ്ര സ്വാമി പ്രഭാതൻ 1944 സന്യാസ ദീക്ഷ സ്വീകരിച്ച പ്രഭാതങ്ങൾ 1949 തന്നെ കാശി മഠാധിപതി ആകുകയാണുണ്ടായത്. ഗുരുവിന്റെ സമാധിയെ തുടർന്ന് അതിനുശേഷം കഴിഞ്ഞ 70 വർഷക്കാലമായി ഭാരതത്തിലെ ഗൗഡസാരസ്വത ബ്രാഹ്മണ സമൂഹത്തിൽ അവരൊരു നവോത്ഥാനം ഉണ്ടാക്കുന്നത് മാതൃഭാഷയായ കൊങ്കിണിയുടെ വികാസത്തിൽ എന്തിനു പറയുന്നു, പലായനം ചെയ്ത് ജീവിക്കുന്ന ഗൗഡസാരസ്വത ബ്രാഹ്മണർക്ക് ഒരു സംസ്ഥാനത്തിലും സ്വന്തം അസ്തിത്വമില്ല എന്നുള്ള ഒരവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ അത് മാറ്റിയെടുത്ത് അവരുടെ അസ്തിത്വം അഹം വികസിപ്പിച്ചെടുക്കുന്നതിൽ ഞങ്ങളുടെ ഗുരുപ്രഭാതം സ്വാഗതം ചെയ്യാൻ വേണ്ടി ഓടിയിട്ടുള്ളത് ആ സ്വാമിജി സാരസ്വത സമൂഹത്തിൻ്റെ ഗുരുദേവന്റെ പ്രഥമ ശിഷ്യനായിട്ടുള്ള ശ്രീ സംയമീന്ദ്ര സ്വാമി അവരുടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് വിശിഷ്ട വ്യക്തികൾക്ക് എല്ലാവർക്കും എൻ്റെ ജീവിതമായ നമസ്കാരം. വളരെ ചെറിയ ഒരു സമുദായമാണ് കേരളത്തിൽ. 2 ലക്ഷം പേര് മാത്രം ഉള്ള സമുദായമാണ് ഗൗഡസാരസ്വത വിഭാഗക്കാർ. എന്നാൽ അവരുടെ സ്വാധീനം നമ്മുടെ കേരള സമൂഹത്തിലെ വിവിധ മേഖലകളിൽ വളരെ ഉന്നതമാണ് എന്ന് പറയാതെ നിർവാഹം. വാണിജ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, അതേമാതിരി തന്നെ ആരോഗ്യ പരിപാലന രംഗത്ത്, അഭിഭാഷക രംഗത്ത് വിവിധ മേഖലകൾ പരിശോധിക്കുന്ന അവസരത്തിൽ ഒരു സംഭാവന വളരെ നല്ല. അവർക്ക് സ്വന്തം നാട് എന്ന് പറയാവുന്ന തരത്തിലുള്ള ഗോവയിൽ നിന്ന് എങ്ങനെയാണ് നൂറ്റാണ്ടുകളിൽ മുമ്പ്
അവിടുന്ന് പലായനം ചെയ്യപ്പെടേണ്ടി വന്നിട്ടുള്ളത് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഛിന്ന ഭിന്നമായി കേരളത്തിൽ വിവിധ നഗരങ്ങളിൽ വന്നു അവരുടെ സ്വപ്രയത്നം കൊണ്ട് നമ്മുടെ നാട്ടിൻ്റെ സംസ്കാരത്തിൻ്റെ സവിശേഷ ഗുണം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും ആദരിക്കുന്ന സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നതുകൊണ്ട് ആ വന്നിട്ടുള്ള ആൾക്കാർക്ക് അവരവർ സെറ്റിൽ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ അവർക്ക് വളരാനും വികസിക്കാനും ഉന്നത ശ്രേണികളിൽ എത്തിപ്പെടാനും സാധിച്ചിട്ടുണ്ട്. അവരുടെ സംഭാവന അവരുടെ ജനസംഖ്യയുടെ എണ്ണത്തിൻ്റെ തോതിനേക്കാൾ വളരെയേറെ ആണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് ഈ സംഭാവന ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുള്ള, അതിന് കഴിവുണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ വിശ്വാസം അവർ ഏതൊരു സനാതന ധർമ്മത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ്. അതാണ് ശരിയെന്ന ബോധ്യം വന്നു അതിൽ ഊന്നി നിന്നുകൊണ്ട് അതിൻ്റെ തത്വങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രതിഫലിക്കുകയും എല്ലാ മേഖലകളിലും അത് പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് അവർക്ക് എല്ലാ സ്ഥലങ്ങളിലും സ്വീകാര്യമാവാൻ സാധിച്ചത് എന്ന് തോന്നുന്നില്ല. മറ്റുള്ളവരുടെ മുഴുവൻ ആദരവ് പിടിച്ചു പറ്റാൻ കഴിഞ്ഞത് ആ പ്രതിബദ്ധത, സനാതന ധർമ്മത്തിനോടുള്ള പ്രതിബദ്ധത അതുകൊണ്ടാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും ആ സനാതന ധർമ്മം അത് നിലനിൽക്കുന്നത്, സംരക്ഷിക്കപ്പെടുന്നത് നമ്മുടെ ഗുരു പരമ്പരയുടെ സവിശേഷമായ പ്രവർത്തന ശൈലി മുഖാന്തരമാണെന്നാണ്. ഇന്ന് ജാതി അടിസ്ഥാനത്തിലുള്ള സംഘടനകൾ ഈ അടുത്ത കാലത്താണ്, കുറച്ച് കൊല്ലങ്ങളെ ആയിട്ടുള്ളൂ. ആ നിലയ്ക്ക് ചിന്തിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാം പൂർവികന്മാരെല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ മതത്തിന്, എൻ്റെ ജാതിക്ക് നന്മ വരട്ടെ എന്നതായിരുന്നില്ല. നമ്മുടെ പ്രാർത്ഥന ലോകാ സമസ്താ സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥനയാണ് സനാതന ധർമ്മത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. ആ സനാതന ധർമ്മത്തിന് ക്ഷയം വരുന്ന അവസരത്തിൽ അത് കാത്ത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. തീർച്ചയായിട്ടും ഗുരുക്കന്മാർ ആ കർത്തവ്യം നിർവഹിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് ഈ വ്യത്യസ്തമായിട്ടുള്ള ആരാധനാ മാർഗങ്ങളൊക്കെ സ്വീകരിക്കുന്ന സനാതന ധർമ്മ വിശ്വാസികൾ അവരവരുടെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ സനാതന ധർമ്മത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾ പറ്റി ചർച്ച ചെയ്യാനും പരിഹാരം കണ്ടെത്താനുമുള്ള പരമ്പരാഗതമായ ഒരു മാർഗം നമ്മുടെ നാട്ടിലുണ്ട്. അതാണ് ഇവിടെ 12 കൊല്ലം ഓടുന്ന അവസരത്തിൽ ഹരിദ്വാറിലും അതുമായി തന്നെ പ്രയാഗയിലുമെല്ലാം 12 കൊല്ലം കൂടുമ്പോൾ വിളിച്ച് കൂട്ടുന്നതായിട്ടുള്ള കുംഭമേള എന്ന അവസരത്തിൽ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള വ്യത്യസ്ത ആചാരങ്ങൾ സ്വീകരിക്കുന്ന എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ രാജ്യത്തിനെ ബാധിക്കുന്നതായ പ്രശ്നങ്ങളെപ്പറ്റി ആചാര്യന്മാർ കൂട്ടമായി ഇരുന്ന് ചർച്ച ചെയ്തിട്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളായിരുന്നു. അത് പരമ്പരാഗതമായി സഹസ്രാബ്ദങ്ങളായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു സമ്പ്രദായം. അതനുസരിച്ച് ഈ കൊല്ലം കഴിഞ്ഞ ജനുവരി മാസത്തിൽ കുംഭമേള പ്രയാഗയിൽ വെച്ച് നടക്കുകയും അവിടെ വെച്ച് നമ്മുടെ നാട് നേരിടുന്നതായിട്ടുള്ള വലിയ വിപത്ത്, സനാതന ധർമ്മം നേരിടുന്ന വിപത്തിനെ പറ്റി ആചാര്യന്മാർ ഏകകണ്ഠമായിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഈ പ്രാവശ്യത്തെ കുംഭമേളയിൽ ആചാര്യന്മാർ ചൂണ്ടിക്കാണിച്ച കാര്യം, നമ്മുടെ നാട് ശ്രീരാമനെ ആദരിക്കുന്ന നാടാണ്. മഹാത്മാഗാന്ധിജിയുടെ സങ്കല്പം സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഭാരതം എങ്ങനെയായിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ അത് രാമരാജ്യമായിരിക്കണം. ശ്രീരാമൻ ഭരിച്ചപ്പോൾ എങ്ങനെയാണ് എല്ലാവർക്കും തുല്യമായ അവസരം ഉറപ്പുവരുത്തുന്ന, എല്ലാവരെയും തുല്യരായി കാണുന്ന
ഒരു ഭരണ വ്യവസ്ഥയാണ് വേണ്ടത്. അതിനാണ് ഗാന്ധിജി രാമരാജ്യം എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രൻ്റെ ജനിച്ച സ്ഥലത്ത് ഒരു നല്ല ഒരു ക്ഷേത്രം പണിയാൻ സ്വാതന്ത്ര്യം കിട്ടി ഇത്ര കാലമായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇതുവരെ കോടതിയിലായിരുന്നു. എപ്പോഴേതായാലും കോടതി, ഹൈക്കോടതി യുനാനിമസ് ആയിട്ട് വിധിച്ചിരിക്കുന്നു അത് ശ്രീരാമ ജന്മസ്ഥാനം തന്നെയാണ് എന്ന് വിധിച്ചിരിക്കുന്നു. കോടതി വിധിക്ക് പുറമെ അവിടെ ശാസ്ത്രീയമായിട്ടും അതിന് ഖനനം നടത്തിക്കൊണ്ട് ശാസ്ത്രീയമായി പഠനം നടത്തിയപ്പോൾ അവിടെ പുരാതനമായ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞിരിക്കുന്നു. ഈ രാജ്യത്തിൽ കോടാനുകൂടി ജനങ്ങളെ ആഗ്രഹിക്കുന്നു ഈ പുരുഷോത്തമൻ എന്ന് നമ്മൾ പറയും. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു ആ പുരുഷോത്തമൻ ജന്മസ്ഥാനത്ത് അതിന് ഉചിതമായ രീതിയിലുള്ള ഭവ്യമായിട്ടുള്ള ഒന്ന് സ്ഥാപിക്കണമെന്നുള്ളത് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഇത്രയും കാലമായിട്ടും സാധിച്ചിട്ടില്ല. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. അതിനുവേണ്ടി അക്രമത്തിൻ്റെ മാർഗമല്ല, സംഘർഷത്തിൻ്റെ മാർഗമല്ല, നിയമവിധേയമായ മാർഗത്തിൽ കൂടി പ്രാർത്ഥനയിൽ കൂടി ജനങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ സമാഹരിച്ചുകൊണ്ട് നമുക്ക് ശ്രമിക്കണം എന്ന് ഈ പ്രാവശ്യത്തെ കുംഭമേളയിലെ ആചാര്യന്മാർ ഏകകണ്ഠമായി സ്വീകരിച്ചൊരു നിലപാട്. അതിനനുസരിച്ച് എല്ലാ ഭാഗത്തും പ്രയാണങ്ങളും പ്രാർത്ഥനയുമൊക്കെ നടക്കുന്നു. ഈ പ്രാർത്ഥന സഫലമാവാൻ നമുക്കും നമ്മുടെ ഗുരുക്കന്മാർക്കും തീർച്ചയായിട്ടും അക്കാര്യത്തിൽ അവരുടെ സഹായം ഉണ്ടാവും എന്ന പ്രതീക്ഷ. രാഷ്ട്രീയം പറയുകയല്ല, നമ്മുടെ സനാതന ധർമ്മം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സനാതന ധർമ്മ വിശ്വാസികൾക്ക് മുഴുവൻ ഒരുപോലെ ബാധകമായിട്ടുള്ള ആചാര്യന്മാരെ നിഷ്കർഷിക്കുന്ന കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനും എല്ലാവരുടെയും സഹായ സഹകരണം അതിന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനും വേണ്ടി സ്വാമിജിയെ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൻ്റെ ഗുരുദേവൻ അദ്ദേഹത്തിന് എറണാകുളത്ത് ധാരാളം പല പ്രാവശ്യം കാണാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങാൻ പലകൂടി സാധിച്ചിട്ടുണ്ട്. ദീർഘമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉത്തമ ശിഷ്യന്മാരായിട്ടുള്ള എറണാകുളത്തുള്ള മരിച്ചു പോയിട്ട് എം ഷനായി പോലെയുള്ള ഒട്ടേറെ ആൾക്കാർ, കോഴിക്കോടാണെങ്കിൽ ദത്താത്രയറാവും, അങ്ങനെയുള്ള ഒട്ടേറെ ആൾക്കാരുടെ എല്ലാം സഹകരണങ്ങൾ എപ്പോഴും കിട്ടിയിട്ടുണ്ട്. ഈ സമൂഹത്തിന് ഉയർച്ചയുണ്ടാകാൻ തീർച്ചയായിട്ടും ഗുരു പരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അങ്ങനെ കൂട്ടായി പ്രയത്നിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് ശരിക്കും ഒരു രാമരാജ്യമാക്കി മാറ്റാൻ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഈ അവസരം തന്ന സംഘാടകരോട് എനിക്കുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് വിടവാങ്ങുന്നു. നിങ്ങൾക്ക് വലിയമായ നമസ്കാരം. मातृभाषा